ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നല്ല അടിപൊളി എപ്പിസോഡ് നാളെ വരാൻ പോണത്. അങ്ങനെ വിക്രമാണെങ്കിൽ രാഹുലിനോട് പറയുന്നുണ്ട്, അതെ അങ്കിളെ, പരോള് മിക്കവാറും കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നോട് വാർഡൻ പറഞ്ഞായിരുന്നു ക്രിസ്മസിന് മുമ്പ് തന്നെ പരോള് കിട്ടുമെന്ന്. അവിടെ ആ കാർത്തിക എന്ന് പറഞ്ഞവളെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെയും അവളുടെ ഭർത്താവിനെയും ഞാൻ ആദ്യം കൊല്ലുക. അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ കെട്ടാൻ പോകുന്ന ദിലീപ് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. ഞാൻ കാർത്തികനെ മാത്രമേ ഇല്ലാതാക്കുള്ളൂ. സത്യം പറഞ്ഞ കാർത്തികൻ എനിക്കൊരു എതിരാളിയല്ല, പക്ഷെ എന്റെ ഗംഗേട്ടന് വേണ്ടി ഞാൻ കാർത്തികനെ ഇല്ലാതാക്കും അങ്കിളെ എന്ന് പറയണം. അത് കേൾക്കുന്ന രാഹുൽ പറഞ്ഞിട, കാർത്തികനെ മാത്രടാ, നീ എന്തായാലും പുറത്തു പോകുമ്പോ കാർത്തികനെ ഇല്ലാതാക്കാൻ പോവാണെങ്കിൽ നീ ആ കല്യാണിനെ കൂടി ഇല്ലാതാക്കി താടാ. എടാ, എനിക്ക് വേണ്ടി നീ അതെങ്കിലും ചെയ്ത് താടാ. അങ്കിളെ വിഷമിക്കേണ്ട, കാർത്തികനെ കൊന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ പോണത് കല്യാണിന്റെ അടുത്തേക്ക് അയക്കും, കല്യാണിനെ ഇല്ലാതാക്കാൻ വേണ്ടി. എടാ, ഇതൊക്കെ നടക്കൂടാ. സാധാരണ അവർക്ക് ഇതിന് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിനക്കിട്ട് പണി കിട്ടിട്ട് നീ തിരിച്ചു വരാറാണല്ലോ ചെയ്യാറ് അങ്കിളെ. പക്ഷെ അതുപോലെയൊന്നും അല്ല ഇത്. ഇതിനെ രണ്ടും കൽപ്പിച്ചിട്ടാണ് ഞാൻ ഒറ്റക്കാണ് പോരാടാൻ പോണത്. മുമ്പ് എന്റെ കൂടെ എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞവന്മാരൊക്കെ ഉണ്ടാവുമായിരുന്നു. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവന്മാർ എന്നെ ഇട്ടിട്ട് അവിടെ നിന്ന് ഓടിക്കളയും. പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെയല്ല. ഞാൻ ശരിക്കും ആലോചിച്ചും കണ്ടും എടുത്തൊരു തീരുമാനമാണ്. എന്തൊക്കെ വന്നാലും ഇന്ന് ഞാൻ എന്തായാലും പരോളിന് ഇറങ്ങുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ അവരുടെ കാര്യം ഒരു തീരുമാനം ഉണ്ടാക്കും. അങ്കിളിനും അതുപോലെ തന്നെ ഗംഗേട്ടൻ മരിച്ചിട്ടുണ്ടെങ്കിൽ ഗംഗേട്ടന്റെ ആത്മാവിന് സന്തോഷമാകുന്ന തരത്തിൽ ഞാൻ എന്തായാലും നല്ല വാർത്ത കേൾപ്പിക്കും അങ്കിളെ എന്നൊക്കെ വിക്രം പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ രാഹുലിനെ ഭയങ്കര സമാധാനമാവാണ്. ഹോ, ആ കല്യാണി എന്ന് പറഞ്ഞവളെ ഇല്ലാതായി കഴിഞ്ഞാൽ കിരൺ എങ്ങനെ വന്നാലും എന്റെ മോളെ വിവാഹം കഴിക്കും. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് മരിച്ചാലും കുഴപ്പമില്ലടാ എന്നൊക്കെ പറയാണ്. അപ്പോ വിക്രം പറഞ്ഞ, അയ്യോ അങ്കിളെ അങ്ങനെ പെട്ടെന്ന് മരിക്കല്ലേ. അങ്ങനെ എന്റെ പെങ്ങളെന്ന് പറഞ്ഞ തലതെറിച്ചവളെങ്ങാനും മരിക്കുകയാണെങ്കിൽ കിരൺ സരൂനെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അങ്കിളിന് അവരെ അതൊക്കെ കാണണ്ടേ. അല്ലാതെ ഇപ്പൊ തന്നെ മരിക്കണം എന്നൊക്കെ പറഞ്ഞ എങ്ങനെയാ അങ്കിളെ ശരിയാവാ? നമുക്കെല്ലാം ശരിയാവാങ്ങളെ. ഇനി നമ്മുടെ ദിവസങ്ങളാണ് അങ്കിളെ വരാൻ പോണത് എന്നൊക്കെ വിക്രം പറയാട്ടോ. രാഹുലും അതൊക്കെ കേട്ടിങ്ങനെ കൊതിച്ചിരിക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ്. വിക്രം പരോള് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ക്രിസ്മസിന്റെ തലേന്ന് തന്നെ വിക്രം പരോളിലിറങ്ങി ഒളിവിൽ താമസിക്കാട്ടോ. മുമ്പ് നിന്ന് അതേ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. ഗംഗപ്രസാദും സെയിം തന്നെയാണ് കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ അമലുവിനെ പറ്റിച്ച് പ്രണയം നടിച്ച് പറ്റിച്ചു. ഇനി എങ്ങനെയെങ്കിലൊക്കെ കാട്ടിന്ന് നാട്ടിലേക്കുള്ള വഴി കണ്ടുപിടിച്ച് നാട്ടിലെത്തിയതിനു ശേഷം മുമ്പ് നിന്നിരുന്ന അതേ സ്ഥലത്ത് തന്നെ, അതായത് സ്റ്റെഫി ആയിട്ട് നിന്നിരുന്ന ആ പഴയ വീടുണ്ടല്ലോ, ആ വീട്ടിൽ തന്നെ നിന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ കാർത്തികനും ലക്ഷ്മിനും ഇല്ലാതാക്കണം. അതന്നെയാണ് ഗംഗപ്രസാദിന്റെ ഉദ്ദേശം കേട്ടോ. അപ്പൊ ഇനിയിപ്പൊ എന്ത് വേഷത്തിൽ അവരുടെ അടുത്തൊന്ന് പോവാം? ക്രിസ്മസ് അല്ലേ വരാൻ പോണത്. ക്രിസ്മസിന് പപ്പാനിയുടെ വേഷത്തിൽ അങ്ങ് പോകാം എന്ന് നമ്മുടെ ഗംഗപ്രസാദ് തീരുമാനിക്കാട്ടോ. അതിനുവേണ്ടി പപ്പാനിയുടെ ഡ്രസ്സൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട് ഗംഗ. ശേഷം ക്രിസ്മസിന് കുറച്ച് അങ്ങനെ കരോളുടെ ആൾക്കാരൊക്കെ പോവില്ല, അവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു പപ്പാനിയായിട്ട് കയറി ചെല്ലാന്ന് ഗംഗപ്രസാദ് അങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ അതായത് നമ്മുടെ കാർത്തികയും ലക്ഷ്മിയമ്മയും ഗംഗ എന്തായാലും മരിച്ചു, എന്നാലും ഒരു ചെറിയൊരു സംശയം ഉണ്ടെങ്കിലും മരിച്ചല്ലോ, ഇനി തിരിച്ചു വരില്ലായിരിക്കും, ആ ഒരു സന്തോഷത്തിലാട്ടോ അവര്. അങ്ങനെ കല്യാണം, ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് കല്യാണം. അപ്പൊ അതുകൊണ്ട് തന്നെ കല്യാണിയും കാർത്തികയും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മയും കൂടി ആഭരണമൊക്കെ എടുക്കാൻ പോയിട്ട് ആഭരണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ഫുള്ളും. ശേഷം എല്ലാം എടുത്തു വെക്കുന്നുണ്ട്. ഇനി കല്യാണത്തിന് 2 ദിവസം മാത്രമേ ബാക്കിയുള്ളത് പറയുമ്പോ കാർത്തിക പറയുന്നുണ്ട്, എനിക്കെന്തോ വളരെ ടെൻഷൻ തോന്നുക കല്യാണി. എന്തിനാ ചേച്ചി ടെൻഷൻ ആവണത്? എല്ലാം ഇനി ആ ഗംഗ എങ്ങാനും വരോ? എന്റെ കല്യാണം ആവാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കും അവൻ മനുഷ്യ ബോംബായിട്ട് തന്നെ ചിലപ്പോ വരാനും ചാൻസ് ഉണ്ട്. കാരണം കല്യാണം ആവുമ്പോഴേക്കും അവൻ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ടാവുമെന്ന് അവന് ഉറപ്പാണ്. അതുകൊണ്ട് ഒരു വെടിക്ക് എല്ലാവരും ഒരുമിച്ച് തീർക്കാന്നെങ്ങാനും അവൻ വിചാരിക്കോ കല്യാണി? എന്റെ ചേച്ചി ഇങ്ങനെയൊക്കെ വിചാരിച്ചാ കല്യാണത്തിന് സന്തോഷത്തോടെ ചേച്ചിക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. ചേച്ചി സന്തോഷത്തോടെ വേണം കതിർ മണ്ഡപത്തിലേക്ക് കയറാനായിട്ട്. അത് മാത്രല്ല, അറിയാലോ, എന്റെ അമ്മയുടെ ഈ ഇരിക്കുന്ന ലക്ഷ്മി അമ്മയുടെ നമ്മുടെ അച്ഛന്റെയൊക്കെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇപ്പോഴത്തെ ചേച്ചിയുടെ വിവാഹം എന്ന് പറയുന്നത്. പിന്നെ ചേച്ചിയുടെ വിവാഹം കഴിക്കാൻ പോണ ആള് നല്ല തന്റേടവും ചങ്കുറപ്പുള്ള ആളാണ്, കിരണേട്ടനെ പോലെ. അതുകൊണ്ട് ചേച്ചി ടെൻഷനൊന്നും ആവണ്ട. പിന്നെ ആ ഒരു ഓഡിറ്റോറിയത്തിൽ ഇടക്കിടക്ക് രതീഷേട്ടനും ഒക്കെ പോയി നോക്കാറുള്ളതാ. അവിടെ യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല. ചേച്ചി അതൊന്നും ഓർത്ത് പേടിക്കണ്ട. പിന്നെ അച്ഛന്റെ 2 ഗുണ്ടകളും ആ ഓഡിറ്റോറിയത്തിന് ചുറ്റും തന്നെയുണ്ട്. അതൊന്നും ഒരു ടെൻഷൻ ഉണ്ടാവില്ല ചേച്ചി, ആവണ്ട ചേച്ചി, ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറയാണ്. അങ്ങനെ കല്യാണി അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിന്റെ തലേ ദിവസമാണ് നമ്മുടെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് സാന്താക്ലോസും എല്ലാവരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗംഗപ്രസാദും നമ്മുടെ പപ്പാനിയുടെ വേഷമൊക്കെ ഇട്ടിട്ട് ആ കരോളുകാരുടെ കൂടെ അങ്ങ് ചേരുവാണ്. ശേഷം അവരുടെ കൂടെ ഡാൻസ് കളിച്ചിട്ട് കാർത്തികയുടെ വീട്ടിൽ കയറുന്നുണ്ട്.
നിൽക്കുന്നുണ്ട്. ലക്ഷ്മി അമ്മക്കും കാർത്തിക്കും ഒരു സംശയവും തോന്നണില്ല. അവര് കരോളൊക്കെ കണ്ട് സന്തോഷത്തിൽ അവർക്ക് പൈസയൊക്കെ കൊടുക്കാണ്. അങ്ങനെ കരോളിലെ ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ അവരെ കണ്ട് പൈസയൊക്കെ മേടിച്ച് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. പക്ഷെ ഗംഗപ്രസാദ് മാത്രം അവിടെ ഒളിച്ചു നിൽക്കുവാട്ടോ. ശേഷം പതുക്കെ എങ്ങനെയെങ്കിലൊക്കെ അവരുടെ വീട്ടിൽ കയറി പറ്റുവാണ് ഗംഗ. എന്നിട്ട് ഒളിച്ചിരിക്കുവാട്ടോ. രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയമ്മയും അതുപോലെ തന്നെ കാർത്തിയും കൂടി ഉറങ്ങാൻ വേണ്ടി മുറിയിലേക്ക് പോകുമ്പോ എന്തോ ഒരു ശബ്ദം കേട്ട് നിലത്തേക്ക് ഇറങ്ങി വരുവാണ് ലക്ഷ്മിയമ്മയും കാർത്തികയും കൂടി കേട്ടോ. അങ്ങനെ നിലത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ഇവരാരെയും കാണുന്നില്ല. അപ്പൊ ലക്ഷ്മിയമ്മയാണ് ആദ്യം വരുന്നത്. അപ്പൊ ആരെയും കാണുന്നില്ല. ഇതാരും വന്നിട്ടില്ലല്ലോ, ആരും ഇല്ലല്ലോ, പിന്നെ എന്താ ഈ ശബ്ദം കേട്ടത്? ചെറിയൊരു ടെൻഷൻ ലക്ഷ്മിയമ്മക്ക് ആവുന്നുണ്ട്. പെട്ടെന്നാണ് ലക്ഷ്മിയമ്മ പുറകെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ സാന്താക്ലോസിന്റെ വേഷത്തിൽ ഒരാള് നിൽക്കാട്ടോ. അത് കാണുമ്പോൾ തന്നെ ലക്ഷ്മിയമ്മക്ക് മനസ്സിലാവേണ്ടത് ഇത് വേറെ ആരുമല്ല, ഗംഗപ്രസാദ് ആണെന്ന്. ലക്ഷ്മിയമ്മ ആകെ ടെൻഷനായിട്ട് നിൽക്കാണ്. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഗംഗ വരുമെന്ന് വിചാരിക്കാത്തോണ്ട് കയ്യിൽ തോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ലക്ഷ്മിയമ്മ ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കാട്ടോ. ഈശ്വരന്റെ മോൾ ഇറങ്ങി വരാതിരുന്നാ മതി, തന്നെ കൊന്നാലും കുഴപ്പമില്ല, തന്റെ മോൾക്കൊന്നും പറ്റില്ല ഈശ്വര എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുകയാണ് നമ്മുടെ ലക്ഷ്മിയമ്മ. ആ സമയത്ത് ഗംഗപ്രസാദ് മുഖം മൂടി ഇങ്ങനെ മാറ്റുന്നുണ്ട്. അതായത് മാറ്റിയിട്ട് ഗംഗയാണ് എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടി തന്നെ മുഖം മൂടി ഇങ്ങനെ മാറ്റി ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയമ്മ ഒന്നും കൂടി ഷോക്ക് ആവാണ്. കയ്യിൽ വലിയൊരു കത്തിയായിട്ടുള്ളത്, അതായത് അമല് പഠിപ്പിച്ചിട്ടുണ്ട് അമ്പ ചെയ്യാനും കത്തി എറിയാനൊക്കെ നന്നായിട്ട് കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അമ്പ് എറിയണ പോലെ തന്നെ ആ കത്തി എടുത്തിട്ട് ഒരു ഒറ്റ എറിയാൻ വേണ്ടി നോക്കുവാണ് ഗംഗ. അതേസമയം പ്രൊമോയില് പ്രത്യേകം കാണിക്കുന്നുണ്ട് വേറൊരു സാന്താക്ലോസ് ഓടി വരുന്ന കാഴ്ച. അത് നമ്മുടെ കിരണാണ് കേട്ടോ. അതെ, കിരണും എങ്ങനെയൊക്കെയോ മനസ്സിലാക്കുന്നുണ്ട് ഈ സാന്താക്ലോസ് വേഷത്തില് ഗംഗപ്രസാദ് അവിടെ എത്തോന്നൊരു സംശയം കിരണിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിരണും ആ ഒരു വേഷത്തിൽ തന്നെയാണ് ലക്ഷ്മിയമ്മയുടെ വീട്ടിലേക്ക് പോകണം. അപ്പൊ ഗംഗപ്രസാദ് ഇങ്ങനെ ലക്ഷ്മിയമ്മയെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കത്തി ഇങ്ങനെ എറിയുന്ന സമയത്ത് തന്നെയാണ് പെട്ടെന്ന് പുറത്തൊരു ഒച്ച കേൾക്കുന്നത്. ഗംഗപ്രസാദ് നോക്കുമ്പോ ഞെട്ടിപ്പോവാണ്. ദേ ഓടി വരുന്നു വേറൊരു സാന്താക്ലോസ്. ഇതാരാണ്? എന്നാ ഇത് മറ്റോ തന്നെ കിരൺ എന്ന് മനസ്സിലാവാണ് ഗംഗപ്രസാദിന്. ഗംഗപ്രസാദ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഓടി ഇങ്ങനെ വരുവാട്ടോ. പിന്നെ ഒറ്റ ചവിട്ടാണ്. ചവിട്ടും മിടിയും പിടിയും തൊഴിയൊക്കെ ആയിട്ട് ഭയങ്കര ബഹളമൊക്കെ ആവാണ്. ഗംഗപ്രസാദിനെ എന്തായാലും പിടിക്കാൻ പോകണം. നമ്മുടെ കിരൺ തന്നെയാണ് സാന്താക്ലോസ് വേഷത്തിൽ വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ വിചാരിക്കും വിക്രമാണെന്ന്, കാരണം വിക്രം പരോളിന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ വിക്രമാണോ അതൊന്നൊരു സംശയം നമുക്ക് തോന്നിക്കുമെന്നുണ്ടെങ്കിലും അത് വിക്രമല്ല, കിരണാണ് കേട്ടോ. ആ ഓട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കിരൺ തന്നെയാണ്. കിരണായിട്ട് ഗംഗപ്രസാദിനെ അടിച്ച് ചതച്ച് എന്തായാലും ഗംഗപ്രസാദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. ഇനി എന്തായാലും അവനെ ജയിലിലേക്ക് വിടത്തില്ല, പിന്നെ മരിച്ചു എന്ന് പറഞ്ഞ് തള്ളത്തുമില്ല. എന്തായാലും മരണം ഉറപ്പാക്കിയിട്ട് അവന് ഡെഡ് ബോഡി ദഹിപ്പിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് ഇനി സ്വസ്ഥത ഉണ്ടാവുള്ളൂ. എന്തായാലും അടുത്ത ആഴ്ച ഗംഗപ്രസാദ് നാട്ടിലേക്ക് എത്തുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ വിക്രവും പരോളിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള എപ്പിസോഡ്സ് ആട്ടോ ഇനി നമുക്ക് അങ്ങോട്ട് വരാൻ പോണത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.